ഹായ്, എൻ്റെ പേര് സീമ ലാൽ. ഞാൻ ടുഗെദർ വി ക്യാൻ എന്നുള്ളൊരു അഡ്വക്കസി ഗ്രൂപ്പിൻ്റെ വൺ ഓഫ് ദ ഫൗണ്ടിങ് മെമ്പേഴ്സാണ്. എനിക്കിങ്ങനെ പബ്ലിക്കായിട്ട് വീഡിയോ ഇടുന്നത് വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ്. കുറേ സെലിബ്രിറ്റീസിനെ കൊണ്ട് ഇടാമെന്നൊക്കെയാണ് വിചാരിച്ചത്, സോ ദാറ്റ് കൂടുതൽ പേര് കാണും, കൂടുതൽ പേരെടുത്ത് ഞങ്ങൾക്ക് പറയാനുള്ള വിഷയം എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിൽ സെലിബ്രിറ്റീസിനെ ട്രൈ ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ആരെയും പരിചയമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ തന്നെ ഇതിന് മുന്നോട്ട് വരികയാണ്. ഇത് വീഡിയോ ഇത്തിരി ലോങ് ആണെങ്കിലും പ്ലീസ് അത് എൻഡ് ചെയ്യുന്ന വരെ ഒന്ന് കാണണം എന്നൊരു അപേക്ഷയുണ്ട്. ബിക്കോസ് ഇത് കാണുന്ന ഓരോരുത്തരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. സെലിബ്രിറ്റീസിനെ കിട്ടിയില്ല എന്ന് പറഞ്ഞല്ലോ, പക്ഷേ ഒരു സെലിബ്രിറ്റി ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ള വിഷയത്തിൻ്റെ ഏകദേശം അടുത്തുള്ള ടോപ്പിക്കിന് തന്നെ ഈ അടുത്ത് ഒരുപാട് ശ്രദ്ധ നേടിയ ഒരു വീഡിയോ ഇറക്കിയിരുന്നു. അത് ജൂഡ് ആൻ്റണി നിർമ്മിച്ച നിവിൻ പോളി പ്രസൻറ്റ് ചെയ്ത ബോധിനി ട്രസ്റ്റ് കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സിന് വേണ്ടി എടുത്ത ഒരു വീഡിയോ ഉണ്ട്. അത് ചൈൽഡ് സേഫ്റ്റി അല്ലെങ്കിൽ കുട്ടികളുടെ എന്താ പറയുക സെക്ഷുവൽ അബ്യൂസ് കുറിച്ചുള്ളൊരു ബോധവൽക്കരണ ക്ലാസ് ആയിരുന്നു. സോ ഇറ്റ് വാസ് എ വെൽ ടേക്കൺ വീഡിയോ. അത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ അതിൽ നിവിൻ പോളി ഒരു പാർക്കിലേക്ക് നടന്നു വരുന്നതായിട്ടും ഒരുപാട് കുട്ടികൾ ഓടിക്കൂടി നിവിൻ പോളി അവരോട് 3 വാക്കുകൾ ക്ലിയറായിട്ട് അവരെ പഠിപ്പിക്കുന്നുണ്ട്, വിച്ച് ഇസ് നോ ഗോ ടെൽ. അതായത് ആരെങ്കിലും നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ നമ്മളുടെ അടുത്ത് തൊടുകയോ പെരുമാറുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉറക്കെ നോ എന്ന് വിളിച്ച് കൂവണം. അപ്പോൾ ആ കുട്ടികളൊക്കെ അതേപോലെ കൂവുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ ആ സ്ഥലത്ത് നിൽക്കരുത്, നിങ്ങൾ ഓടിപ്പോണം, ഗോ അവേ പറയുന്നുണ്ട്. പിന്നെ ടെൽ എന്ന് പറയുന്നുണ്ട്. ടെൽ എന്ന് പറഞ്ഞാൽ പറയണം വേറെ ഏതെങ്കിലും ഒരു ട്രസ്റ്റഡ് അഡൾട്ട്സ്. അപ്പോൾ 5 ട്രസ്റ്റഡ് അഡൾട്ട്സ് നമ്മൾക്ക് ഓൾറെഡി ഓർമ്മ വേണം, അപ്പോൾ അവരോട് പോയി പറയണം എന്ന് പറയുന്നുണ്ട്. ആ കുട്ടികൾക്കൊക്കെ മനസ്സിലായി. പക്ഷേ ഈ വീഡിയോയിൽ വിട്ടുപോയത് ഒരു കാര്യമുണ്ട്. ഈ നോ എന്ന് പറയാൻ പറ്റാത്ത കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യും? ഗോ എന്ന് പറയാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണെങ്കിലോ, ടെല്ല് ചെയ്തിട്ടും ഒന്നും നടന്നില്ലെങ്കിലോ? അപ്പോൾ ആ ഒരു വിഭാഗം കുട്ടികളെ ഇതിൽ പൂർണ്ണമായിട്ടും വിട്ടുപോയി. അപ്പോൾ അത് പബ്ലിക് അവെയർനെസ്സിൽ കൊണ്ടുവരാനും നിങ്ങളെല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് പറയണം. അങ്ങനെ ഒരു വിഭാഗം കുട്ടികളുണ്ട് നമ്മുടെ കൊച്ചിയിലും കേരളത്തിലും എല്ലായിടത്തും ഉണ്ട്. അതാണ് ന്യൂറോളജിക്കൽ ഡിസബിലിറ്റീസ് അല്ലെങ്കിൽ ഡിഫറൻസസ് ഉള്ള കുഞ്ഞുങ്ങൾക്ക് നോന്ന് ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരില്ല. ബിക്കോസ് അവർക്ക് ഗുഡ് ടച്ച് എന്താ ബാഡ് ടച്ച് എന്താന്ന് തന്നെ ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല. അപ്പോൾ അവിടെ നോന്ന് പറയുന്ന ഒരു ഇത് സാഹചര്യം ഉദിക്കുന്നില്ല. നെക്സ്റ്റ് ഇസ് അഥവാ അവർക്ക് നോന്ന് ഫീൽ ചെയ്താൽ തന്നെ ചിലപ്പോൾ ഗോ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലായിരിക്കാം. സെക്കൻഡ് ഇസ് ടെൽ. സംസാരിക്കാൻ ശേഷിയില്ലാത്ത കുട്ടികളാണെങ്കിൽ എങ്ങനെയാണ് അവർ ടെൽ ചെയ്യണേ, അവരെങ്ങനെയാണ് സംസാരിക്കണേ, അല്ലെങ്കിൽ അവർക്ക് ഫീൽ ചെയ്യണേ, എങ്ങനെ അവർ എക്സ്പ്രസ് ചെയ്യും? അപ്പോൾ ഇങ്ങനെ ഒരു വിഭാഗം കുട്ടികൾക്ക് അവനോനായിട്ടൊരു വോയിസ് ഇല്ലാത്തത് കാരണം അവർക്കൊരു വോയിസ് വേണം. അതൊരു അയ്യോ പാവം സഹതാപത്തിൻ്റെ പേരിലൊന്നുമല്ല. ഇറ്റ്സ് ദ റൈറ്റ്, ഇറ്റ് ഈസ് ദ ബേസിക് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. റൈറ്റ് ടു എ ഡിഗ്നിഫൈഡ് ലൈഫ് ആൻഡ് റൈറ്റ് ടു സേഫ്റ്റി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ് ടുഗെദർ വി ക്യാൻ. അതിൽ കൂടുതലും പേരൻസ് ഓഫ് ചിൽഡ്രൻ വിത്ത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉള്ള കുട്ടികളുടെ പേരൻസും കുറച്ച് മീഡിയ പ്രൊഫഷണൽസും ഡിസബിലിറ്റി റൈറ്റ്സ് ആക്ടിവിസ്റ്റും അല്ലാതെ ജനറൽ പബ്ലിക് ഇതുമായിട്ട് ഇമീഡിയറ്റ് റിലേഷൻ ഇല്ലാത്തവരും ഉണ്ട്. ആ ഒരു ജനറൽ പബ്ലിക്കിലേക്ക് ഇത് ഒന്നും കൂടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ബിക്കോസ് വി നീഡ് പബ്ലിക് സപ്പോർട്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നോ ഗോ ടെല്ല് പറയുമ്പം അതിൽ ഒരു കാര്യവും കൂടെ എടുത്ത് പറയുന്നുണ്ട്. എവിടെയൊക്കെയാണ് ബാഡ് ടച്ച് നമുക്ക് മനസ്സിലാക്കണം. അതിൽ പറയുന്നുണ്ട്, ഡോക്ടർമാർ പരിശോധിക്കുകയാണെങ്കിൽ പോലും അവിടെ പേരൻസിൻ്റെ മുമ്പിൽ വെച്ചാവണം, അല്ലാതെ ഡോക്ടർമാർക്കും പരിശോധിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതും ബാഡ് ടച്ച് ആയിട്ടാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെ നേരത്തെ പറഞ്ഞല്ലോ ന്യൂറോളജിക്കൽ ഡിഫറൻസസ് ഉള്ള കുട്ടികളാണ്. അപ്പോൾ അവർക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ സോഷ്യൽ ഇൻട്രാക്ഷന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവരെ ഇത് പഠിപ്പിക്കാനായിട്ട് കുറേ തെറപ്പിസ്റ്റ് ഉണ്ട്. ഈ തെറപ്പിസ്റ്റ് വർക്ക് ചെയ്യുന്നത് ഒന്നെങ്കിൽ പ്രൈവറ്റ് തെറപ്പി ക്ലിനിക്സിലായിരിക്കാം, അല്ലെങ്കിൽ ഈ പ്രമുഖ ആശുപത്രികളിലൊക്കെ ഒരു വിഭാഗമുണ്ട് തെറപ്പി എന്ന് പറഞ്ഞിട്ട്. അത് തെറപ്പിസ്റ്റ് ഇൻക്ലൂഡ് ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റ്,
speech and language therapists, psychologists, behavior therapists, so many other therapies like that. So ഇവരൊന്നും ഡോക്ടേഴ്സ് അല്ല, പക്ഷെ ഇവർ തെറപ്പി ചെയ്യുന്നുണ്ട്. ഈ കുട്ടികളോട് 1-on-1 ഇടപെടുന്നുമുണ്ട്. 1-on-1 ആവശ്യമാണ്. ബിക്കോസ് ഒരു ഗ്രൂപ്പ് സെറ്റിങ്ങിൽ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന ചില വിഷയങ്ങൾ ഗ്രൂപ്പായിട്ട് ചിലപ്പം ഈ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 1-on-1 ചില കാര്യങ്ങൾ സ്പെഷ്യലായിട്ട് പഠിപ്പിക്കേണ്ടി വരും, വിച്ച് ഇസ് ഓക്കെ. പക്ഷേ ഈ 1-on-1 തെറപ്പി തൽക്കാലം നടക്കുന്നത് ബിഹൈൻഡ് ക്ലോസ് ഡോർസ് ആൻഡ് പേരൻസിൻ്റെ എന്താ പറയുക സാമീപ്യം ഇല്ലാതെയാണ്. അതായത് പേരൻസ് പുറത്ത് വെയിറ്റ് ചെയ്യാനാണ് മിക്ക തെറപ്പി സെൻറ്ററുകളും ടെയും പോളിസി, അവരുടെ പേഴ്സണൽ പോളിസി. ഐ ഡോണ്ട് നോ വൈ. അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പം ഇവിടെ അകത്ത് എന്താ നടക്കുന്നതെന്ന് അറിയാൻ ഒരു വഴിയില്ല. ബിക്കോസ് CCTV ക്യാമറ ഇല്ല, സോ പേരൻസിന് കാണാൻ പറ്റില്ല. 1-way സ്ക്രീൻ ഇല്ല, സോ അവർക്കറിയില്ല അകത്ത് എന്താ നടക്കണേ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രാക്ടീസ് നിലവിലുണ്ട്. അപ്പോൾ ഈ പ്രാക്ടീസ് ഉള്ളിടത്തോളം കാലം ചൈൽഡ് സേഫ്റ്റി ഈസ് നോട്ട് കംപ്ലീറ്റ്. ബിക്കോസ് നമുക്ക് ഒരു വിഭാഗം കുട്ടികളെ എങ്ങനെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ നോ ഗോ ടെൽ എന്നുള്ള രീതിയിൽ മാത്രം ചൈൽഡ് സേഫ്റ്റി നടക്കില്ല. സോ ദാറ്റ് ഡസൻറ്റ് മീൻ ഈ തെറപ്പിസ്റ്റ് ഒക്കെ അബ്യൂസേഴ്സ് ആണെന്നോ അല്ലെങ്കിൽ തെറപ്പി സെൻറ്റേഴ്സ് ഒക്കെ അബ്യൂസീവ് സെൻറ്റേഴ്സ് ആണെന്നല്ല. പക്ഷേ അങ്ങനെ ഉണ്ടായാലും നമ്മൾ അറിയില്ല. സോ അത് കാരണം ഈ ഒരു പ്രാക്ടീസ് വേർ പേരൻസിനെ ഇൻക്ലൂഡ് ചെയ്യാണ്ടുള്ള ഒരു തെറപ്പി പ്രാക്ടീസ് ഷുഡ് സ്റ്റോപ്പ്. ആൻഡ് ദർ ആർ റീസൺസ് ഫോർ ഇറ്റ്. അപ്പോൾ അതിന് നമ്മൾ ഇങ്ങനെ ചെയ്യരുത്, നോ എന്ന് ഞങ്ങൾ പറഞ്ഞു നോക്കി. നേരത്തെ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് നോ ഗോ ടെൽ പറയാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ടുഗദർ വി ക്യാനിലുള്ളൊരു കുറച്ച് പേര് ഈ നോ ഗോ ടെല്ലൊന്ന് നമുക്കും നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് ട്രൈ ചെയ്തു. സോ ഫസ്റ്റ് വി സെഡ് നോ ടു ദ തെറപ്പിസ്റ്റ്. തെറപ്പിസ്റ്റുകളുടെ അടുത്ത് ഇൻഡിവിജ്വലായിട്ട് പോയി കാണുകയും അല്ലെങ്കിൽ ഫോണിൽ കോണ്ടാക്ട് ചെയ്തും പറഞ്ഞപ്പം അവിടെ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് അകത്തിരിക്കുന്നതുകൊണ്ട് വലിയ വിരോധമൊന്നുമില്ല. പക്ഷേ തെറപ്പി സെൻറ്റേഴ്സ് അവരുടെ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ അവരാണ് പോളിസി ഡിസൈഡ് ചെയ്തത്, ഞങ്ങളല്ല. സോ വി കാൺട്ട് റിയലി ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ്. അപ്പം ഞങ്ങളുടെ ഫസ്റ്റ് ട്രസ്റ്റഡ് അഡൾട്ടായ അതായത് തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് വി ഫെയിൽഡ്. അപ്പം ഞങ്ങൾ സെക്കൻഡ് ട്രസ്റ്റഡ് അഡൾട്ടിൻ്റെ അടുത്ത് പോയി, വിച്ച് ഇസ് ദ തെറപ്പി സെൻറ്റർ ഓണേഴ്സിൻ്റെ അടുത്ത് പോയപ്പം വളരെ വിചിത്രമായ റിയാക്ഷൻസ് ആയിരുന്നു. ബിക്കോസ് ചിലയിടത്തുനിന്ന് ദേഷ്യപ്പെട്ടിട്ട് ഞങ്ങളെ പുറത്തിറക്കി. ഞാൻ ഈ പറയുന്ന കൊച്ചിയിലെ കാര്യമാണ് പറയണത്. കൊച്ചിയിൽ നിന്ന് എടുത്ത് പറയാൻ കാരണം ബിക്കോസ് ഞങ്ങൾ കൊച്ചിയിലുള്ള ഗ്രൂപ്പ് ആയതുകൊണ്ട് മാത്രമാണ്. പക്ഷേ ഇത് ഓൾമോസ്റ്റ് ദ സെയിം എവ്രിവെയർ ഇൻ കേരള ആൻഡ് മേ ബി ഔട്ട്സൈഡ് കേരള ഓൾസോ, ഐ ഡോണ്ട് നോ. അപ്പം ഇങ്ങനെ പോയപ്പോൾ ചില സ്ഥലത്ത് പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാൻ വരേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. വേറെ ചിലയിടത്ത് പറഞ്ഞു ഞങ്ങൾ കയറ്റാൻ റെഡിയാണല്ലോ, പക്ഷെ പേരൻസിനകത്ത് ഇരിക്കേണ്ട, പിന്നെന്താ ചെയ്യേണ്ടത്. വേറെ ചിലയിടത്ത് പറഞ്ഞു പേരൻസ് അകത്ത് കയറി കഴിഞ്ഞാൽ കുട്ടികൾ കോപ്പറേറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ പേരൻസ് ഒരുപാട് റൂൾ ചെയ്യുന്നു, ഒരുപാട് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, സോ തെറപ്പി നടക്കുന്നില്ല. ലോട്ട് ഓഫ് റീസൺസ്. അപ്പോൾ എല്ലായിടത്തും ബേസിക്കലി ഞങ്ങൾ നോ ഇങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞത് ആരും കേട്ടില്ല. തെറപ്പി ദ സെക്കൻഡ് ട്രസ്റ്റഡ് അഡൾട്ടും കേട്ടില്ല. പക്ഷേ വി നീഡ് ടു ഹൈലൈറ്റ് ദിസ് പോയിന്റ്. ഈ തെറപ്പി സെൻറ്റേഴ്സ് പറയുന്നതിലും കുറച്ച് കാര്യമുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് അതിൽ 2 കാര്യം പേരൻസിനോടും തെറപ്പി സെൻറ്റേഴ്സിനോടും തെറപ്പിസ്റ്റിനോടും പറയാനുള്ളത്. വൺ ഇസ് കുട്ടി കോഓപ്പറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു റീസൺ. കുട്ടി പേരൻ്റ് അകത്തിരുന്നാൽ തെറപ്പിക്ക് കോഓപ്പറേറ്റ് ചെയ്യില്ല എന്നാണെങ്കിൽ ദാറ്റ് ഈസ് ക്ലിയർ ഇൻഡിക്കേഷൻ ദാറ്റ് വീട്ടിൽ പോയാലും കുട്ടി പേരൻറ്റിനോട് കോഓപ്പറേറ്റ് ചെയ്യില്ല. അപ്പോൾ കുട്ടി പേരൻറ്റിൻ്റെ അടുത്തല്ല കോഓപ്പറേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ വാട്ട് ഈസ് ദ ഹോൾ പോയിന്റ് ഓഫ് തെറപ്പി? ദി ഒബ്ജക്റ്റീവ് ഓഫ് തെറപ്പി ഈസ് നമ്മൾ ആ ഫാമിലിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫോ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാന്നാണ് ഒരു തെറപ്പിയുടെ ഏതൊരു തെറപ്പിസ്റ്റിൻ്റെ ഒബ്ജക്റ്റീവ് അതാവണം. അപ്പോൾ പേരൻ്റെ അടുത്ത് കോഓപ്പറേറ്റ് ചെയ്യുന്നില്ല എന്ന് പറയണപ്പോൾ ദാറ്റ് ഈസ് യുവർ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഏത് തെറപ്പി ആണെങ്കിലും പേരൻറ്റിന് വീട്ടിൽ പോയി ചെയ്യാൻ പറ്റണ്ടേ? മാക്സിമം അവർക്ക് ഒരു 3 സെഷൻ കിട്ടും. ആൻഡ് റിമെമ്പർ ഈച്ച് സെഷൻ ഇസ് 45 minutes to 1 hour. ഇത്രയും സമയമാണ് ഈ സംസാരിക്കാൻ ശേഷിയില്ലാത്ത കുട്ടിയും ഒരു അഡൾട്ട് ട്രെയിൻ തെറപ്പിസ്റ്റും ഒരു 1-on-1 റൂമിൽ മോസ്റ്റ് ഓഫൺ ബിഹൈൻഡ് ക്ലോസ് ഡോർസ് തെറപ്പി നടക്കണം വിതൗട്ട് CCTV ഓർ 1-way സ്ക്രീൻ.
അത് പേരൻസിന് ഓക്കെ ആണെങ്കിൽ ഐ എം സർപ്രൈസ്ഡ്. ഐ വുഡൻ ബി ഓക്കെ വിത്ത് ദാറ്റ് ഫോർ മൈ ചിൽഡ്രൻ. അവർക്ക് ഓട്ടിസം ഇല്ലെങ്കിൽ പോലും സംസാരിക്കാൻ പറ്റുമെങ്കിലും പോലും ഐ വുഡൻറ്റ് അലൗ ദാറ്റ്. ആൻഡ് ദാറ്റ് ഇസ് നോട്ട് റൈറ്റ്. പിന്നെ പേരൻസിനോട് പറയാനുള്ളത്, നിങ്ങൾ ഹോം പ്രോഗ്രാം ചെയ്യണം. അതായത് 3 മണിക്കൂർ മാക്സിമം വീക്ക്ലി തെറപ്പി ചെയ്താലും അതിന് യു പേ ഫ്രം അറൌണ്ട് 150 rupees to 2000 വരെ ചാർജ് ചെയ്യുന്ന പല സെൻറ്റേഴ്സ് ഉണ്ട്. മിക്ക സെൻറ്റേഴ്സിലും മെയിൻ തെറപ്പിസ്റ്റ് ആയിരിക്കില്ല. ഇവിടെ കുറേ പല ഹോസ്പിറ്റൽസിലും മെയിൻ തെറപ്പിസ്റ്റിൻ്റെ അവിടെ ട്രെയിനീസ് ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട് ഹു ആർ ലേണിംഗ് ഓർ ട്രെയിനിങ് ടു ബി സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറപ്പിസ്റ്റ് ഓർ എനിത്തിങ് എൽസ്. അപ്പോൾ ഈ ട്രെയിനീസ് ആണ് പല സ്ഥലങ്ങളിലും തെറപ്പി ചെയ്യണത്. ബിക്കോസ് ദ മെയിൻ തെറപ്പിസ്റ്റ് മൈറ്റ് ബി ബിസി അതർവൈസ്. അപ്പം ഈ ട്രെയിനിങ് ഇല്ലാത്ത പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്താണ് ഈ ക്ലോസ് ഡോഴ്സിൽ നിങ്ങൾ വിടുന്നത്. വാട്ട് ആർ യു ഡൂയിങ്? അത് ചെയ്യരുത് പ്ലീസ്. സോ കോഓപ്പറേറ്റ് ചെയ്യില്ല എന്ന് പറയുന്ന റീസൺ ഇസ് ബേസ്ലെസ്. പിന്നെ പേരൻസ് വിട്ടിട്ട് പോവാന്ന് പറയുന്നത്, അത് പേരൻസിന് കൗൺസിലിംഗ് ആവശ്യമുണ്ട്. സോ അത് കൗൺസിലിംഗ് ചെയ്യേണ്ട കടമ തെറപ്പിസ്റ്റിൻ്റെ ആണ്, സൈക്കോളജിസ്റ്റിൻ്റെ ആണ്. സോ ദാറ്റ് ഇസ് അവർ ജോബ്. അതിനല്ലേ നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നത്. സോ വി കാൻറ്റ് ബ്ലെയിം ദ പേരൻസ്. വി ഷുഡ് കൗൺസിൽ ദം ആൻഡ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ ഞങ്ങളുടെ ആസ് ഐ സെഡ്, ദ ഫസ്റ്റ് ട്രസ്റ്റഡ് അഡൾട്ടും ഫെയിൽ ചെയ്തു, സെക്കൻഡ് ട്രസ്റ്റഡ് അഡൾട്ട് തെറപ്പി സെൻറ്ററും ഫെയിൽ ചെയ്തു. നോ എന്ന് പറഞ്ഞിട്ടും രക്ഷയില്ല. സോ വി വെൻ ടു ദ തേർഡ് ട്രസ്റ്റഡ് അഡൾട്ട് വിച്ച് ഇസ് ദ കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. ശോഭ കോശി മാമിനെ കണ്ടു, സംസാരിച്ചപ്പോൾ മാമിന് ഒരുപാട് സപ്പോർട്ടീവായിരുന്നു. മാം വളരെ പേഷ്യൻ്റായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടു, നല്ലോണം അതിൻ്റെ ഗൗരവം മനസ്സിലായി. ആൻഡ് ഒരുപാട് ഗൈഡും ചെയ്തു എങ്ങനെയാണ് ഇതിന് മുന്നോട്ട് പോകേണ്ടതെന്ന്. അപ്പം ഞങ്ങൾ പെറ്റിഷനും കൊടുത്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മാമിന് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ തെറപ്പി സെൻറ്റേഴ്സ് ഒന്നും ഒരു റെഗുലേറ്ററി ബോഡിയുടെ അടിയിൽ വരുന്നതല്ല. അപ്പോൾ അങ്ങനെ റെഗുലേറ്ററി ബോഡിയുടെ അടിയിൽ വരുന്നതല്ലാത്തത് കാരണം ഇമീഡിയറ്റ് ആയിട്ട് ഒരു ഓർഡർ പാസ്സാക്കാനോ ഒക്കെ മാമിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സോ ഇറ്റ് ടുക്ക് ടൈം. സോ വി വെൻറ്റ് ടു several other trusted adults, so which is one was the child welfare committee എറണാകുളം. അവരും സപ്പോർട്ടീവ് ആയിരുന്നു. പക്ഷേ അവരുടെ പെർവ്യൂവിൽ വരില്ല എന്ന് പറഞ്ഞു. ബിക്കോസ് ദീസ് ചിൽഡ്രൻ ഹാവ് പേരൻസ്. അപ്പോൾ ഗാർഡിയൻസും പേരൻസ് ഉള്ളത് കാരണം സോ അവിടുത്തെ മാം ടുക്കസ് ടു ദ കളക്ടർ. അന്നത്തെ കളക്ടർ രാജമാണിക്യം സാറായിരുന്നു. ഹി ഓൾസോ ലിസൺ ടു അസ്. 2 തവണ ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് തന്ന് വളരെ പേഷ്യൻ്റായിട്ട് കേട്ടു, മനസ്സിലാക്കി. ഒരുപാട് പേരൻസിനെ മീറ്റ് ചെയ്തു. എന്നിട്ട് സാറ് പറഞ്ഞു എല്ലാ തെറപ്പി സെൻറ്റേഴ്സിൻ്റെയും കൂടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാമെന്ന് പറഞ്ഞു. അതേസമയം സുധാ നമ്പൂതിരി ഓഫ് ടൈംസ് ഓഫ് ഇന്ത്യ റോഡ് ഫോർ അസ്. മീഡിയ അറ്റൻഷൻ കിട്ടി, ഒരുപാട് ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ഒക്കെ വന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇല്ല ഇപ്പം ശരിയാവുമെന്ന് വിചാരിച്ചു. പക്ഷേ ഒന്നും നടന്നില്ല. വി വർ സ്റ്റിൽ സ്റ്റക്ക്. എവ്രിബഡി സപ്പോർട്ടഡ്, എവ്രിബഡി അണ്ടർസ്റ്റുഡ്. എല്ലാവർക്കും മനസ്സിലായി, സപ്പോർട്ട് ചെയ്തു. പക്ഷേ ഒരു സൊല്യൂഷൻ ആർക്കും ഇമീഡിയറ്റ്ലി തരാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ അന്നത്തെ മിനിസ്റ്റർ ഡോക്ടർ മുനീർ, മിനിസ്റ്റർ ഫോർ സോഷ്യൽ ജസ്റ്റിസ്, അദ്ദേഹത്തിനും സാറിനും പെറ്റിഷൻ കൊടുത്തു. ബട്ട് റെസ്പോൺസ് ഇല്ലായിരുന്നു. സോ എന്താ പറ്റുന്ന വെച്ചാൽ വി ഹാഡ് ബൈ ദൻ എക്സോസ്റ്റഡ് 6 ട്രസ്റ്റഡ് അഡൾട്ട്സ്. നോ 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 എന്ന് എല്ലാവരുടെ പോയി പറഞ്ഞു, ഇങ്ങനെ നടക്കരുത്, ഇങ്ങനത്തെ ഉള്ളൊരു പ്രാക്ടീസ് ശരിയല്ല, വിച്ച് ഇസ് നോട്ട് റൈറ്റ് എന്ന് പറഞ്ഞു നോക്കി. സോ ഫസ്റ്റ് വാസ് എ തെറപ്പിസ്റ്റ്, ദ തെറപ്പി സെൻറ്റേഴ്സ്, the state commission, the child welfare committee Ernakulam collector and the social justice minister. പറഞ്ഞിട്ടും നമുക്ക് ഒരു സൊല്യൂഷൻ കിട്ടാത്തത് കാരണം വി ആർ ആക്ച്വലി സ്റ്റക്ക് നൗ. പക്ഷെ അങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുന്ന സമയത്ത് ലാസ്റ്റ് ഇയർ ഇൻ August 8, 2016 കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഒരു ഓർഡർ പാസ്സാക്കി. വേറെ 14 പേര് ഈ ഫീൽഡിൽ ഏറ്റവും മുന്നിട്ട് പ്രവർത്തിക്കുന്ന 14 അതോറിറ്റി ഫിഗേഴ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് ഡിസബിലിറ്റി ആൻഡ് ഹൂ ആർ അവെയർ ഓഫ് തെറപ്പീസിൻ്റെ അവരുടെ അടുത്ത് ചോദിച്ചിട്ട് ഒരു ഓർഡർ പാസ്സാക്കി. ഈ 14 പേരും ഞങ്ങൾക്ക് അനുകൂലമായിട്ടാണ് പറഞ്ഞത്. സോ ദ ഓർഡർ വാസ് എ ബ്രില്യൻറ്റ് ഓർഡർ. സ്പെഷ്യൽ താങ്ക്സ് ടു ശോഭ കോശി മാം, മീന കുരുവില മാം ആൻഡ് ഓൾ ദി അതർ മെമ്പേഴ്സ് ഓഫ് ദ കമ്മീഷൻ. ആ ഓർഡറിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു ഓരോ ഡിസ്ട്രിക്റ്റിലും ഒരു കമ്മിറ്റി ഫോം ചെയ്യണം, ആ കമ്മിറ്റിയിൽ പേരൻസ് ഒരു ഭാഗമാവണം, ആൻഡ് ഈ തെറപ്പി സെൻറ്റേഴ്സിൻ്റെ ഒക്കെ ഫങ്ഷനിങ് മോണിറ്റർ ചെയ്യണം, അതിൻ്റെ ബെസ്റ്റ് പ്രാക്ടീസസ് ലിസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു ഓർഡർ പാസ്സായി. പക്ഷേ അത് ഇംപ്ലിമെൻ്റ് ആയിട്ടില്ല. 2 മാസത്തിനകം ഇംപ്ലിമെൻ്റ് ആവണം എന്നായിരുന്നു ഓർഡറിൽ. ബട്ട് വി ആർ സ്റ്റിൽ വെയിറ്റിംഗ്.
അപ്പോൾ നൗ ഇതെല്ലാം ഇറ്റ് ടുക്ക് 2 years. സോ ഇങ്ങനെ നമ്മൾ നോ പറഞ്ഞിട്ട് ഗോ ചെയ്തു, ആ സ്ഥലത്തിൽ നിന്ന് നമ്മൾ മാറാൻ പറഞ്ഞു. ഇപ്പോൾ പേരൻസിനോട് എന്തെങ്കിലും ഒരുപാട് പേരൻസ് വന്ന് കംപ്ലൈൻറ്റ് ചെയ്തു, കുട്ടി വെളിയിൽ വരുമ്പം മുറിഞ്ഞ പാടുകളുണ്ട്, ചെയറിൽ ഇട്ടിട്ടുള്ളത് പേരൻസ് കണ്ടിട്ടുണ്ട്. തെറപ്പിസ്റ്റ് ലീവിന് പോകുമ്പം സപ്പോർട്ട് സ്റ്റാഫ് അല്ലെങ്കിൽ ക്ലീനേഴ്സ് അവിടെ വെറുതെ വച്ചുകൊണ്ടിരിക്കുന്ന സെൻറ്റേഴ്സ് ഉണ്ടായിട്ടുണ്ട്. പേരൻസ് ചോദ്യം ചെയ്തപ്പോൾ അവരെ ഇനി തെറപ്പി കൊടുക്കാതെ ഇറക്കി വിട്ട സെൻറ്റേഴ്സ് ഉണ്ട്. നിങ്ങൾ ഇന്നാ ഇവിടെ വരണ്ട, വേറെ പൊക്കോളൂ എന്ന് പറഞ്ഞ സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ആയപ്പോൾ പേരൻസ് പേടിച്ചു. അപ്പോൾ മുന്നോട്ട് വരുന്ന കംപ്ലൈൻറ്റ് ചെയ്യാൻ കുറച്ചെങ്കിലും ധൈര്യം കാണിച്ച പേരൻസ് പുറകോട്ട് വലിഞ്ഞു. ബിക്കോസ് ഇതേപോലെ ഞങ്ങൾക്ക് 2 വർഷമാണ് ഒരു പെറ്റിഷൻ എടുക്കുന്നത്, ഒരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തിട്ടൊരു റിസൾട്ട് കിട്ടാതെ 2 വർഷം അഡൾട്ട്സായ ഞങ്ങൾ നടക്കുവാണെങ്കിൽ ഐ കാൻ ഇമാജിൻ വാട്ട് ഹാപ്പൻസ് ടു ദ ചിൽഡ്രൻ. ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഡിലേ ഉണ്ടെങ്കിൽ why would anybody complain? Why would anybody practice this no-go tell? We practiced and we failed. So ഇനിയിപ്പോൾ ഞങ്ങൾ ആസ് എ ഗ്രൂപ്പ്, as together we are going to court. Now court is the last trusted adult and we have exhausted all other options. അപ്പം we are pretty much helpless. അപ്പോൾ അതിന് ഒരു പൊതു താല്പര്യ ഹർജി അല്ലെങ്കിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് ഫയൽ ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് പബ്ലിക് സപ്പോർട്ട് വേണം. യു ആർ അവർ ലാസ്റ്റ് ഹോപ്പ്. അപ്പോൾ ഇത് കാണുന്ന ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനോ ഇതിനെക്കുറിച്ചൊരു അവയർനെസ് കൂടുതൽ സ്പ്രെഡ് ചെയ്യാനോ പറ്റുവാണെങ്കിൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ ഞങ്ങൾക്കൊരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചു വിളിക്കാം. സെലിബ്രിറ്റീസിനെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, വേറൊന്നിനും അല്ല. മോർ പീപ്പിൾ വിൽ വാച്ച്, കൂടുതൽ പേര് വീഡിയോ കാണും. ആൻഡ് അത് കുറച്ചും കൂടെ പേരെടുത്ത് എത്തും. പേരൻസും ഇതിൽ കൂടുതൽ ജോയിൻ ചെയ്യണം. പേടിക്കാതെ ജോയിൻ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ സ്ട്രോങ്ങർ സപ്പോർട്ട് ഉണ്ടെന്ന് അറിഞ്ഞാലേ ജോയിൻ ചെയ്യുള്ളൂ. ആൻഡ് ലാസ്റ്റ്ലി, ഇത് വി ആർ നോട്ട് എഗൻസ്റ്റ് ഒരു തെറപ്പിസ്റ്റിനോ തെറപ്പി സെൻറ്ററിനോടോ എതിരല്ല ഈ കേസ്. ഈ കേസിന് പോണത് തെറപ്പി സെൻറ്റേഴ്സിന് ഒരു റെഗുലേഷൻ വേണം എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് കോർട്ടിൽ പോണത്. ഒരു റെഗുലേറ്ററി ബോഡി വേണം, പ്രാക്ടീസസ് മോണിറ്റർ ചെയ്യണം. ഒരുപാട് നല്ല തെറപ്പിസ്റ്റും ഉണ്ട്, ഒരുപാട് നല്ല തെറപ്പി സെൻറ്റേഴ്സും ഉണ്ട്. പക്ഷേ റെഗുലേഷൻ ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. സോ പ്ലീസ് കം ഫോർവേഡ് ടു ഹെൽപ്പ് അസ്. Like our page, share the video and support us. Thank you so much for watching and thank you so much for your time.